പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും പെപ്സി കുടിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുടിച്ചോളൂ. ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് മുജാഹിദുകളോടാണ്, സുന്നികളോടല്ല. മുജാഹിദുകളുടെ മതത്തിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? പെപ്സി ഹറാമാണത്രേ. വെറുതെ പറയുന്നല്ല, അതിന് ആയത്ത് വരെ ഉണ്ട് ഖുർആനിൽ നിന്ന്. ഇനി ഞാൻ പറയണത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അത് എൻ്റെ ഒരു വികാരമാണ്. നിങ്ങളൊക്കെ അർത്ഥം വെച്ചോളൂ, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് എടുത്ത് നോക്കിക്കോളൂ. അതിൽ പറയുന്നറിയാം, നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു. ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി. 1400 വർഷം മുമ്പ് പെപ്സി വിലക്കി എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് ഖുർആനിൽ പെപ്സി പാടില്ലെന്ന്. നിങ്ങൾ കണ്ടോ? സഹാബി ചോദിച്ച ചോദ്യമാണത്. ഞാൻ വായിച്ച ഖുർആനിലൊന്നും അതില്ലല്ലോ. ഖുർആൻ വായിച്ചിരുന്നുവെങ്കിൽ കാണാമായിരുന്നു. അതുണ്ട്. 59-ാം അധ്യായം 59-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. മൗലവിക്ക് ഇങ്ങനെ തോന്നുകയാണ്, മൗലവി അങ്ങനെ അടിച്ചിറക്കാണ്. തൻ്റെ ബുദ്ധിയിൽ എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ മതമായി അവതരിപ്പിക്കുന്ന ഒരു മുജാഹിദ് മതം. ആ മതത്തെ പിന്തുടരുന്ന കുറെ ആളുകൾ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കും. തന്നെ ഇഷ്ടപ്പെടും. ഈ പെപ്സി ഇറങ്ങിയിട്ട് എത്ര കാലായി? ഇത്ര കാലമായിട്ട് ഒരു ആലിമും, ലോകത്ത് വലിയ വലിയ ആലിമ്യങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്, ഇവരാരും പറയാത്തൊരു വാദം ഒരു മൗലവി തൻ്റെ ഇഷ്ടപ്രകാരം ആയത്തോതിട്ട് പറയുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കാൻ ഒരു സമൂഹം മുന്നിൽ ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളത് തന്നെ വലിയ വിരോധാഭാസമാണ്. നാളെ ഇനിയിപ്പോൾ അവരെന്തൊക്കെ ഹറാമാക്കുമെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ കോള ഐറ്റംസിന്റെ പല ഡിഫറൻസ് ഐറ്റംസുകളുണ്ട്. അതേപോലെ തന്നെ ബിരിയാണി ഒക്കെ ഉണ്ട്. തിന്നാത്തവരൊക്കെ നല്ലോണം തിന്നോളി. നാളെ ഈ മൗലവി ആയത്ത് ഓതിയിട്ട് അതും ഹറാമാണെന്ന് പറയും. അങ്ങനെ മനുഷ്യർക്ക് അല്ലാഹു തആല ഹലാലാക്കിയത് ഹറാമാക്കുക, ഹറാമാക്കിയതിനെ ഹലാലാക്കുക. ഇവർക്ക് മുസ്ലിമീങ്ങളൊക്കെ കാഫിറാണെന്ന് പറയുന്നതിന് ഒരു മനസ്താപവും ഇല്ല. അവർ എത്ര വേണമെങ്കിലും അതിനെ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞോളും. നേരെ മറിച്ച് അള്ളാഹു ഹലാലാക്കിയ ഇത്തരം സംഗതികളൊക്കെ ഹറാമാണെന്ന് ഒരു ലജ്ജയില്ലാതെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കുറെ മൗലവിമാരും കുറെ മൗലവി ശിങ്കിടികളെയും മുന്നിലൊക്കെ ഇരുത്തിയിട്ട് പറയുന്നത് എത്ര വിരോധാഭാസമാണ്. അള്ളാഹു തആല ഇത്തരക്കാരെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.